നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഹ്യുണ്ടായി വെർണയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെർണയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് എന്നാണ് പറയേണ്ടത്. കാരണം ഏറ്റവും പുതിയ ഹോണ്ട സിറ്റി പോലെയുള്ള സെഡാനുകൾ വന്നപ്പോൾ ചെറിയ മാറ്റങ്ങൾ അനിവാര്യമായി. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇൻറ്റീരിയറിലാണ്, അതായത് പാസഞ്ചേഴ്സിനും ഡ്രൈവർക്കുമാണ് സീറ്റിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വന്നിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 360 ഡിഗ്രി ക്യാമറ വന്നു. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സിൽ 17 ഫീച്ചേഴ്സ് ആയിരുന്നെങ്കിൽ അതിപ്പോൾ 21 മാറിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും മെക്കാനിക്കൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളായിട്ട് പറയാവുന്നതെങ്കിൽ മുൻഭാഗത്തൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് എക്സ്റ്റീരിയർ സംഭവിച്ചിരിക്കുന്ന മാറ്റം. ഹ്യുണ്ടായി വെർണയ്ക്ക് 2023 കാര്യമായിട്ട് ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ചത്. അതാണിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആദ്യകാലത്ത് നമ്മൾ കണ്ടുവന്നിരുന്നത്, അതായത് ഇന്ത്യൻ വാഹന വിപണിയിൽ ആദ്യകാലത്ത് തന്നെ വന്ന വാഹനങ്ങളിലൊന്നാണ് വെർണ. അന്നത്തെ രൂപമൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ രൂപം വളരെ പോസ്റ്റ് മോഡേണാണ്. അത് പലർക്കും ദഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ബാക്കിൽ ആ ഒരു ഷേപ്പിനൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹ്യുണ്ടായി വെർണ അന്നും ഇന്നും മുന്നിലാണ്. അതുതന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹ്യുണ്ടായി വെർണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിട്ട് മുൻഭാഗത്ത് നമുക്ക് പറയാവുന്നത് ഈ ഒരു ഹെഡ് ലാമ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ക്വാഡ് ബീമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. വളരെ ഷാർപ്പായ 2 എലമെൻസോട് കൂടിയ മനോഹരമായ ഹെഡ് ലാമ്പ്. അത് വളരെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. അതാണ് മുൻഭാഗത്തൊരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് പറയാവുന്നത്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ ഈ ഭാഗം പാടെ മാറിയിട്ടുണ്ട്. എന്ന് തന്നെയല്ല, ബമ്പറിൻ്റെ ഭാഗത്ത് വന്ന മാറ്റം മൂലം 10 mm ഇതിന് നീളവും കൂടിയിട്ടുണ്ട്. അത് ഈ ഒരു ഓവർഹാങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാതെ ഉൾഭാഗ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ ഈ ഗ്രില്ല് ഫുൾ ബ്ലാക്ക് ആയി എന്ന് മാത്രമല്ല, അതിൻ്റെ എലവൻസൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. രസകരമായ ഗ്രില്ലാണ്. അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അഡാസിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ സെൻസേഴ്സൊക്കെ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. പിന്നെ താഴെയായിട്ട് ലോവർ ലിപ്പുകളുടെ ഭാഗം കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും മനോഹരമായൊരു കാര്യം. ഈ LED നീണ്ട ഒരു ലൈറ്റ് സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മളെപ്പോഴും ഇത് EVയിൽ കാണുന്നതാണെങ്കിൽ അതിപ്പോൾ ഈ ഒരു മോഡലിലേക്ക്, പെട്രോൾ മോഡലിൽ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ ലോഗോയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമുക്ക് മുൻഭാഗത്ത് പറയുന്ന മാറ്റം. എന്തായാലും ഈ ഒരു ഭാഗം തീർച്ചയായിട്ടും വളരെ ഭംഗിയുള്ള ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചെറിയ എയർ സ്കൂപ്പ് പോലുള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ റണ്ണിങ് ലാമ്പിൻ്റെയാണ് 2 വരകൾ. അതാണിപ്പോൾ സൈഡ് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ ബോണറ്റും അതിൽ വിശാലമായ ബോൾഡായിട്ടുള്ള ബോണറ്റ് ലൈനുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ ഒരു ടയറിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന അലോയ് ഡിസൈൻ ചേഞ്ചാണ്. അതും മനോഹരമായ ഡിസൈൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇത് സ്റ്റീൽ ഫിനിഷും അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലാണെങ്കിൽ ഇത്രയധികം കട്ടുകളും ക്രീസുകളും ഒക്കെ ഉള്ള ഒരു സൈഡ് പ്രൊഫൈൽ ഒരു സെഡാനും ഇല്ല എന്ന് പറയാം. ആ രീതിയിൽ വളരെ ബോൾഡായിട്ടുള്ള ആ ലോവർ ഭാഗമൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ലൈനുകളാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതുപോലെ സ്റ്റീൽ ഫിനിഷാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിനും ഒക്കെ ഈ ഒരു ബോഡി കളറിന് കൊടുത്തിരിക്കുന്നു. അതിൽ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുള്ള മോഡലാണ്. ടർബോ അല്ല. സിംഗിൾ പെയിൻ സൺറൂഫാണ് നമുക്കതിൽ മേൽഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ കളറൊന്നും കൊടുത്തിട്ടുമില്ല. ഈ ഭാഗത്തൊക്കെ ഈ ഒരു ഡിസൈൻ ഒന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പറയാം. പക്ഷേ അതൊക്കെ രസമുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് അഡീഷണലായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മനോഹരമായൊരു സ്പോയിലർ. അത് ഈ ഒരു സെഡാനുകൾക്ക് സ്പോയിലർ എപ്പോഴും നല്ല ഭംഗിയാണല്ലോ. അതങ്ങനെ ഭംഗിയായിട്ട് വന്നിരിക്കുന്നു. ഈ ഒരു ഭാഗമാണ് എനിക്ക് തോന്നുന്നു ഈ വെർണയുടെ ഏറ്റവും പുതിയ വെർണയുടെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നും. അത്രയും സ്ലോപ്പായിട്ടാണ് ഒരു ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ എന്ന് പറയുന്നത്. അത് ഈ ഒരു ബൂട്ടിലേക്ക് ചേരുന്ന ഒരു ഭാഗത്തേക്ക് എന്തോ ഒരു ചെറിയ ഡിസൈൻ പ്രശ്നമല്ല എനിക്ക് തോന്നാറുണ്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലും മുൻഭാഗത്തെ പോലെ തന്നെ നീണ്ട ഒരു LED സ്ട്രിപ്പ് പിൻഭാഗത്തും കൊടുത്തിരിക്കുന്നു. ഈ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഈ ഭാഗമൊക്കെ രസകരമാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അതൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടൈൽ ലാമ്പിൻ്റെ ഭാഗത്തും LED ലൈറ്റിൻ്റെ എക്സ്റ്റൻഷൻ പോലെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗമൊക്കെ കുറച്ചൊരു ചൈനീസ് ലുക്കുണ്ട്. അതും എനിക്ക് തോന്നാറുള്ളൊരു കാര്യമാണ്. അതും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്നാലും ഇതിൻ്റെ അകത്തൊക്കെ കൊടുത്തിരിക്കുന്ന ഈ എലമെൻസൊക്കെ, ഈ ഒരു ടൈൽ ലാമ്പിൻ്റെ എലമെൻസൊക്കെ നല്ല ഭംഗിയാണ്. അതിപ്പോൾ കത്തി നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഒരു ക്രിസ്റ്റൽ ലൈക്ക് ടൈൽ ലാമ്പ് എന്നൊക്കെ പറയാം. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. വെർണ എന്നുള്ള ബാഡ്ജിങ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഈ ഒരു ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഒരു സ്റ്റീൽ ഫിനിഷും ഒക്കെ കൊടുത്തിരിക്കുന്നു.
എന്തായാലും പിൻഭാഗം എന്ന് പറയുന്നിടത്താണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് തോന്നാറുള്ളത്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ലൈനുകൾ ഇവിടെ ചേരുന്ന ഭാഗത്തുമൊക്കെ ഒരു ഇത്തിരി ഒരു ക്രമക്കേട് അല്ലെങ്കിൽ എന്താ ഒരു പ്രൊപ്പോർഷൻ അല്ലാത്തൊരു രീതി എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ പക്ഷേ അതവിടെ നിലനിർത്തിയിരിക്കുന്നു. ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു വൃത്തിയുടെ അല്പം കുറയ്ക്കാനായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഭംഗിയുള്ളൊരു സ്പോയിലർ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ ഇപ്പോൾ ആ സ്പോയിലറിലേക്ക് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഷാർഫിന് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്, ഡീഫോഗറും കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉൾഭാഗം കാണാം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് സെഡാനുകളെ സംബന്ധിച്ച് പൊതുവെ നമ്മൾ കാണുന്ന വിശാലമായ ബൂട്ട് സ്പേസാണ്. അത് യാതൊരു ക്ഷാമവുമില്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇത്രയധികം ബൂട്ട് സ്പേസ് തന്നെയാണ് സെഡാനുകളിൽ എപ്പോഴും ആകർഷിക്കപ്പെടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അത് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയർ പറയുന്ന മാറ്റങ്ങൾ. അപ്പം പെട്ടെന്ന് കണ്ടാൽ യാതൊരു മാറ്റവുമില്ല, ഷേപ്പിൽ മാറ്റമില്ല, അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഒഴിച്ച് നിർത്തിയാൽ മറ്റു മാറ്റങ്ങളൊന്നും തന്നെയില്ല. എന്നാലും ഹെഡ്ലാമ്പിൻ്റെ കാര്യത്തിലുള്ള മാറ്റം എന്ന് പറയുന്നത് രാത്രിയിൽ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ആ ഫുൾ ബ്ലാക്ക് ഗ്രില്ല് അത് തീർച്ചയായിട്ടും ഭംഗിയുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയർ സംഭവിച്ചിരിക്കുന്നത്. വലിയ മാറ്റമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇൻറ്റീരിയറിലാണെങ്കിലും നമുക്ക് കംഫർട്ട് കൂട്ടാവുന്ന ചില മാറ്റങ്ങൾ മാത്രമേ സംഭവിച്ചുള്ളൂ, അല്ലാതെ കാര്യമായ മാറ്റങ്ങളല്ല നമ്മളെ കാത്തിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സെഡാൻ്റെ ഉൾഭാഗത്തിരിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു സുഖമാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരിക്കലും ഈ ഒരു ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വെർണയിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് 360 ഡിഗ്രി ക്യാമറയാണ്. മറ്റ് 2 എന്ന് പറയുമ്പോൾ ഇത് ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റും ഇപ്പോൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളായി എന്ന് മാത്രമല്ല, ഡ്രൈവർ സീറ്റ് നമുക്ക് 8 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ട്. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇത് 4 വേ അഡ്ജസ്റ്റബിൾ പവേർഡ് സീറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. തന്നെയുമല്ല മെമ്മറി സൂക്ഷിക്കുകയും ചെയ്യാം നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നല്ല സുഖമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തിരിക്കുന്ന ആൾക്ക് മുൻഭാഗത്ത് സീറ്റിൽ മുൻഭാഗത്തേക്ക് കുറച്ചുകൂടെ സ്പേസ് വേണമെങ്കിൽ ഈ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ബോസ് സീറ്റ് എന്നുള്ള ഫംഗ്ഷനാണ്, അത് നമുക്ക് അങ്ങനെ നീക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ഷോഫർ ഡ്രോൺ വാഹനമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിൻഭാഗത്ത് കാല് നീട്ടി വെച്ച് സുഖമായിരിക്കാം. സീറ്റ് വെന്റിലേറ്ററുമാണ്, ഹീറ്റഡുമാണ്. ആ 2 കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും മാറ്റമില്ല. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുള്ള മോഡലാണ്. ഇതിലാണ് ഈ ബ്ലാക്കും ബീജും വരുന്നത്. പക്ഷേ ഇതിൻ്റെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബ്ലാക്ക് കിട്ടും. അതൊരു നല്ല ഭംഗിയുള്ള കാര്യമാണ്. മറ്റു കാര്യമുള്ളത് ഹുണ്ടായൊക്കെയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും വലിയ സൺറൂഫ് കൊണ്ടുവന്നെങ്കിൽ ഇതിൽ സിംഗിൾ പെയിൻ സൺറൂഫേ കൊടുത്തിട്ടുള്ളൂ. അത് 2 വേരിയൻസിലും അത് തന്നെയുള്ളൂ. ടോപ്പ് എൻഡ് വേരിയൻറ്റിലും ഇത് തന്നെയുള്ളൂ. കാരണം ഇതിന് വളരെ ചെരിഞ്ഞ ഒരു റൂഫ് ലൈൻ ആയതുകൊണ്ടായിരിക്കാം പനോരമയ്ക്ക് കൊടുക്കാൻ പറ്റാതെ പോയത്. എന്തായാലും ഇതിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ അത് കൊടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ 10.2 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻ. നിങ്ങൾ ഇത് അയോണിക് 5 ആദ്യം കണ്ടതെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല റെസൊല്യൂഷനുള്ള കിഡിലൻ സ്ക്രീനാണ്. എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ടായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. എങ്കിൽ പോലും പുതുതായിട്ട് വന്നിരിക്കുന്ന 360 ഡിഗ്രി ക്യാമറ നമുക്കൊന്ന് കാണാം. ഒന്ന് റിവേഴ്സ് ഇടുമ്പോൾ തന്നെ കാണാം. അല്ലെങ്കിൽ ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ നല്ല റെസൊല്യൂഷനുള്ള വലിയ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല സംഭവമായിട്ടുണ്ട്. പിന്നെ ഉള്ളത് അതിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സ്ക്രീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊരു രസകരമായ സംഭവം നമുക്ക് ഒന്നുകൂടെ പറയാം. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നതെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് AC-യുടെ കൺട്രോളായിട്ട് മാറുന്നുണ്ട്. അത് രസമുള്ള കാര്യമാണ്. അപ്പോൾ ഒരേ സ്ക്രീൻ തന്നെ 2 ഉപയോഗത്തിനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ള സംഭവമാണ്. ഇതാണ് വെന്റിലേറ്റഡ് സീറ്റുകളുടെ സ്വിച്ച്. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന രീതിയിൽ അവിടെ കൊടുത്തിരിക്കുന്നു. ഇഷ്ടംപോലെ ചാർജിങ് പോർട്ടുകളാണ്. 12 വോൾട്ടിൻ്റെയും അതുപോലെ തന്നെ USB C ടൈപ്പ് ചാർജർ അത്തരം കാര്യങ്ങൾ കൂടാതെ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് അതും കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈവ് മോഡുകളുടെ സ്വിച്ചാണ്. ഡ്രൈവ് മോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അത് മാറുന്നുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇക്കോ, നോർമൽ, സ്പോർട്ട് 3 മാറുമ്പോഴേക്കും അതിൻ്റെ നിറമൊക്കെ മാറുന്നുണ്ട്. സ്പോർട്ടിൽ റെഡ് ആകുന്നുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് 2 കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് അത്തരം കാര്യങ്ങളും. നല്ലൊരു ആംറസ്റ്റ്, അതിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് എടുത്തുകൊണ്ട് കളയുകയും ചെയ്യാം. അതൊരു നല്ല സംഭവമാണ്. അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നല്ല രസമുള്ള സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. ഈ ഭാഗത്തൊക്കെ AC വെൻറ്റുകളും അതോടൊപ്പം ആംബിയൻ ലൈറ്റിങ് അത്തരം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്.
വലിയ ഒരു ഗ്ലോ ബോക്സ് അത് കൊടുത്തിട്ടുണ്ട്, ചിൽഡാണ് അത് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ 1-2 ബോട്ടിലൊക്കെ വയ്ക്കാം. ബോസിൻ്റെ 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്പീക്കറും തിയേറ്ററൊക്കെയാണ് നമ്മളതിൽ കാണുന്നത്. അതിനും നല്ല ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് മോഡ്സ് കോഡിലാണ്. ഇതിൽ EV-കളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് മോഡ്സ് കോഡിലാണ് ഹ്യുണ്ടായുടെ പേര് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ 4 കുത്തായിട്ട് കാണുന്നത്. ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അത്തരം കാര്യങ്ങളെല്ലാം സ്വിച്ചുകൾ, അഡാസിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഇതിൽ വോളിയം കൺട്രോളും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീല്, അതിൻ്റെ താഴെ ഒരു സ്റ്റീൽ ഫിനിഷ്, പിന്നെ 10.25 ഇഞ്ചിൻ്റെ ആ സ്ക്രീൻ. അതിൻ്റെ അകത്ത് കാര്യമായ രീതിയിൽ മറ്റ് എന്താ പറയുക ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിതാ 16.6 നമുക്കിപ്പോൾ മൈലേജ് കിട്ടിയിട്ടുണ്ട്. മോശമല്ല, അത് മോശമില്ലാത്ത കാര്യമാണ്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ മാറ്റമില്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തിരിക്കുമ്പോൾ ഏറ്റവും സുഖമുള്ള കാര്യം തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. നല്ല ഭംഗിയുള്ള കുഷനിങ് ഉള്ള സീറ്റ് കൊടുത്തിരിക്കുന്നു. ഉയർന്ന സെൻറ്റർ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ 4 പേർക്ക് പോലും സുഖമായിരിക്കുന്ന അത്രയും സ്പേസ് ഉണ്ട്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇഷ്ടംപോലെ വീൽ ബേസ് ഉള്ള വാഹനമാണല്ലോ. നല്ല ആംറസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ ബോസ് സീറ്റിൻ്റെ ആ ഒരു സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഉണ്ടോ സ്പേസ് വരുന്ന വരവ് കണ്ടോ? പിൻഭാഗത്ത് മുൻഭാഗത്ത് ആളിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ കാല് നീട്ടി വെച്ചിരിക്കാം. പിന്നിലേക്കും AC വെൻ്റ്, ഇവിടെ മൊബൈൽ വയ്ക്കാനൊരു സ്ഥലം, ഇവിടെ C ടൈപ്പ് ചാർജർ. ഡോർ പാഡിലേക്ക് പോകുമ്പോഴും അവിടെ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാം. അവിടെയും സ്പീക്കറൊക്കെ കാണാം. കൂടാതെ ഈ കാണുന്ന ഉയർത്തി വയ്ക്കാവുന്ന, മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡും കൊടുത്തിരിക്കുന്നു. ഇത്രയാണ് പിൻഭാഗത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഷോഫ് ഡ്രോൺ വാഹനമാക്കാനും ബുദ്ധിമുട്ടില്ല. ഇത് അത്രയും അധികം സുഖമുള്ള ഒരു ഇരിപ്പ് പിൻഭാഗത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ബോസ് സീറ്റ് ഉള്ളതുകൊണ്ട് ബോസ് സീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കാല് നീട്ടി വെച്ച് ഇരിക്കാനും പറ്റും. അപ്പോൾ ഒരു സെഡാനിൽ നിന്നും, ഒരു പ്രീമിയം സെഡാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്കൊന്ന് ചവിട്ടി പൊളിച്ച് ഓടിച്ചു നോക്കാം. കാലവർഷം കനത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സീസണിലെ ഏറ്റവും വലിയ മഴയാണ് ഇന്ന് എന്ന് തോന്നുന്നു. ആകാശം അങ്ങനെ ഇരുണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സെഡാനുകൾ വളരെ കുറച്ച് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വരുന്നുള്ളൂ. ഇപ്പോൾ അടുത്ത കാലത്ത് ഹോണ്ട സിറ്റി പുതിയത് വന്നു. ഇപ്പോൾ വെർണയുടെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. പക്ഷേ ഈ സെഡാനുകൾ ഓടിക്കുമ്പോൾ ഉള്ളൊരു സുഖം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും കിട്ടുന്നത് ഇപ്പോൾ SUV ആണ്. ഇന്ത്യ SUV ലോകമായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സെഡാനുകൾ നൽകുന്ന ആ ഒരു ഗ്രിപ്പും ആ ഒരു പെർഫോമൻസിൻ്റെ സുഖവും, അതുപോലെ തന്നെ ഇത് റോഡിനോട് വളരെ ചേർന്നിരിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു യാത്രാ സുഖവുമൊക്കെ ശരിക്കും പറഞ്ഞാൽ വെർണ പോലുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോഴാണ് മനസ്സിലാകുക. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു വാഹനം. ഈ പുതിയ വെർണ അത് 3 വർഷം മുമ്പ് വിപണിയിലെത്തുമ്പോൾ കമ്പനി പറഞ്ഞത് ഇതിനെപ്പറ്റി പറഞ്ഞത് മിഡ് സെഡാൻ എന്നാണ്. മിഡ് സൈസ് സെഡാനുള്ളൊരു മിഡ് സെഡാൻ എന്നുള്ള പേരിലാണ് വന്നത്. എന്തായാലും വളരെ കംഫർട്ടബിളാണ്. ഇപ്പോൾ പൊതുവെ റോഡുകളൊക്കെ നന്നായി വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി സെഡാനുകൾ എടുത്താലും വലിയ കുഴപ്പമില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ അപ്രതീക്ഷിതമായി വരുന്ന ബമ്പുകളും ഹമ്പുകളും ഒക്കെയാണ് നമ്മളെപ്പോഴും പേടിപ്പെടുത്തുന്നത്. അത് ചാടി കടന്നു പോകാൻ ഏറ്റവും ബെസ്റ്റ് SUV ആണെന്നുള്ളതുകൊണ്ടായിരിക്കാം നമ്മളിപ്പോഴും SUV-യിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ വെർണയുടെ മറ്റൊരു കാര്യത്തിലും വ്യത്യാസം സംഭവിച്ചിട്ടില്ല. എൻജിൻ വൈസ് ഒന്നും യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. സുരക്ഷയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു എയർ ബാഗ് കൂടുതൽ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ 2 തരം എഞ്ചിനുകളുണ്ട്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡും ഉണ്ട്, 1.5 ലിറ്റർ ടർബോ പെട്രോളും ഉണ്ട്. ടർബോ പെട്രോളിൽ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 8 സ്റ്റെപ്പ് CVT ട്രാൻസ്മിഷനുള്ള 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് മോഡലാണ്. ഈ ടർബോ പെട്രോളിൻ്റെ എഞ്ചിനുള്ള മോഡലുകളിൽ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആണെന്നുള്ള സുഖമുണ്ട്. ഇത് കുറച്ചൊക്കെ വൈറ്റ് ഉള്ളതുകൊണ്ട് ചെളി പിടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നുള്ളതാണ് ഇൻറ്റീരിയറിനെ പറ്റി പറയാവുന്ന കാര്യം. എന്തായാലും സുരക്ഷയുടെ കാര്യത്തിലായാലും എൻജിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാം വളരെ മുന്നിൽ നിൽക്കുന്ന സെഡാനുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും മൈലേജാണ്. മൈലേജ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത് 13.3 ആണ് കാണിക്കുന്നത്. പക്ഷേ ഹൈവേയിൽ 16 വരെ കിട്ടുന്നുണ്ട് എന്നാണ് ഈ ഒരു എൻജിൻ ഉപയോഗിക്കുന്നവർ പറയുന്നത്. സിറ്റിയിൽ 10-11 അതൊക്കെ തന്നെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിന് കൂടുതൽ മൈലേജാണ് കമ്പനി പറയുന്നത്. 20 മാനുവലിനും 20.6 അതിൻ്റെ DCT ഓട്ടോമാറ്റിക്കിനുമാണ് പറയുന്നത്. എങ്കിൽ പോലും ഏകദേശം ഇതൊക്കെ തന്നെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ള ഒരു സംശയമില്ല.
അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായ സസ്പെൻഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ നമ്മളെ യാതൊരു ബുദ്ധിമുട്ടില്ല കൊണ്ട് നടക്കുന്നു. ചെറിയ ബമ്പുകളും ഹമ്പുകളും ഒന്നും അറിയുന്നതേ ഇല്ല. ആ രീതിയിൽ മികച്ച സസ്പെൻഷനാണ്. അപ്പോൾ എൻജിൻ സ്പെക്കിലേക്ക് പോകുകയാണെങ്കിൽ ഈ നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 ലിറ്റർ എൻജിൻ 115 bhp ആണ്. 144 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. എന്നാൽ ഇതിൻ്റെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എൻജിൻ 160 bhp ആണ്. 253 ന്യൂട്ടൺ മീറ്ററാണ് അതിൻ്റെ മാക്സിമം ടോർക്ക്. ഈ ഒരു നമ്മൾ ഓടിക്കുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനുള്ള ഈ മോഡൽ എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെയും അതുപോലെ തന്നെ കിയയുടെയും പല മോഡലുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻജിൻ്റെ കാര്യത്തിലാണ് 8 സ്റ്റെപ്പ് CVT അതോടൊപ്പം തന്നെ 6 സ്പീഡ് മാനുവലും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ടർബോ പെട്രോളിൽ 7 സ്പീഡ് DCT കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എൻജിനിൽ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻജിനെ പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ധാരാളം വെർണകൾ നമ്മൾ കണ്ടുവരുന്ന എൻജിൻ തന്നെയാണ്. സേഫ്റ്റിയിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞല്ലോ 6 എയർ ബാഗ് ആയിരുന്നു, ഇപ്പോൾ 7 എയർ ബാഗ് ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ABS, EBD, ESC, TCS, ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, അത്തരം കാര്യങ്ങളുണ്ട്. പിന്നിൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. മുന്നിലും പിന്നിലും പാർക്ക് ബ്രേക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, പക്ഷേ ടർബോ മോഡലിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇതുകൂടാതെ 360 ഡിഗ്രി ക്യാമറയും അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ഡാഷ് ക്യാമും അതാദ്യമായിട്ട് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് ഹ്യുണ്ടായാണ്. അതുമെല്ലാം കൊടുത്ത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഏറ്റവും പുതിയ വെർണ വന്നിരിക്കുന്നത്. എന്തായാലും വലിയ വർധനമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു 18,000 to 1.1 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ധാരാളം പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തതുകൊണ്ട് വലിയൊരു വർധനമായിട്ട് കണക്കാക്കാനും പറ്റില്ല. എന്തായാലും സെഡാനുകൾ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും സെഡാനാണ് വേണ്ടത് എന്നുള്ള കാര്യം. ആ രീതിയിൽ ഗംഭീരമായ ഗ്രിപ്പോട് കൂടിയ മികച്ച എഞ്ചിനോടുള്ള വാഹനമാണ് വെർണ. വെർണയുടെ എല്ലാ കാലത്തെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്പം റീസെയിൽ വാല്യൂ കുറവായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത് തുടരാനുള്ള സാധ്യതയുണ്ട്. കാരണം ധാരാളം സെഡാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ റീസെയിൽ വാല്യൂ കൂടുതലുള്ള സെഡാനുകളുടെ കൂട്ടത്തിൽ എന്തായാലും വെർണയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളൊരു സംശയമില്ല. എങ്കിൽ പോലും ഹ്യുണ്ടായി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വിശ്വസ്തതയും അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിമും എല്ലാം കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി ഏറ്റവും പുതിയ വെർണയുടെ വില നോക്കി വായിക്കാം. കുറേ ഉണ്ട് കേട്ടോ. തന്നെയല്ല വേറെ കാര്യം സംഭവിച്ചിരിക്കുന്നത്, വെനു ഇപ്പോൾ പുതുതായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഈ ഒരു നോമൻക്ലേച്ചർ വേരിയൻസിൻ്റെ പേരൊക്കെ കുറേ മാറിയിട്ടുണ്ട്. HX2 തൊട്ട് HX10 വരെ ആയിട്ടുണ്ട്. പിന്നെ വേരിയൻസിൻ്റെ ആ ഒരു പേരെന്ന് പറയുന്നത് അത് പഴയ പേരുകളല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വില നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വലിയ സെഡാൻ നമുക്ക് 10,98,000 രൂപയ്ക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക എന്നുള്ള കാര്യമാണ്. അത് എൻട്രി ലെവൽ മോഡലിൻ്റെ വില. അത് പെട്രോൾ മാനുവലാണ്. അതിൻ്റെ വില കൂടി 14,88 വരെ വരുന്നുണ്ട്. പെട്രോൾ മാനുവൽ, അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ്. CVTയുടെ വില എന്ന് പറയുന്നത് 14,40,000 തൊട്ട് 17,15,000 രൂപയാണ്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോപ്പ് എൻഡ് 17,15,000 രൂപ. ടർബോ പെട്രോളിൻ്റെ മാനുവൽ ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, അത് 16,28,000. അതുപോലെ തന്നെ പെട്രോൾ DCT 7 സ്പീഡ് ഡുവൽ ക്ലച്ചിൻ്റെ വില അത് 2 വേരിയൻസേ ഉള്ളൂ, അത് 17,62,000 രൂപ തുടങ്ങി 18,25,000 രൂപയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ 11 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയധികം വലിപ്പവും ഇത്രയധികം ഫീച്ചേഴ്സും വളരെ മികച്ച എഞ്ചിൻ. അത് രണ്ടും നാച്ചുറലി ആസ്പിറേറ്റഡ് ആയാലും അതുപോലെ തന്നെ ടർബോ പെട്രോൾ ആയാലും മനോഹരമായ എഞ്ചിനുകളാണ്. നല്ല ട്രാൻസ്മിഷനും. ഹ്യുണ്ടായുടെ അത്തരം കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമല്ലോ. അതെല്ലാം ഒത്തുചേർന്ന ഒരു ഗംഭീര വാഹനം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്പം റീസെയിൽ വാല്യൂ കുറവാണെന്നുള്ളതാണ് വെർണയുടെ എല്ലാ കാലത്തും ഒരു പ്രശ്നം. അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എങ്കിലും ദീർഘകാലം ഉപയോഗിക്കാനാണെങ്കിൽ ഗംഭീര വഴിയാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായി വെർണ. അപ്പോൾ ഇനിയിപ്പം മഴയ്ക്ക് മുമ്പ് കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്ത് അവസാനിപ്പിക്കട്ടെ. അപ്പം മഴ ദൈവങ്ങളെ എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട്